നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ മിലിറ്ററിയിൽ BSc നഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സ്ക്രീനിംഗ് പ്രോസസ്സിൻ്റെ മെഡിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. മെഡിക്കൽ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോകുവാനായിട്ട് എന്നതിനെക്കുറിച്ചെല്ലാം വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. മിലിറ്ററിയിൽ BSc നഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നീറ്റ് സ്കോർ. ഉയർന്ന നീറ്റ് സ്കോറുള്ള കുട്ടികളെ സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ ഷോർട്ട് ലിസ്റ്റ് ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾ ആണ് സ്ക്രീനിംഗ് പ്രോസസ്സിന് വേണ്ടി ഡൽഹിയിൽ എത്തേണ്ടത്. അവിടെ വെച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുണ്ട്. 3 മുതൽ 5 ദിവസം വരെയാണ് സ്ക്രീനിംഗ് പ്രോസസ്സുകളെല്ലാം നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷമാണ് ഇന്റർവ്യൂ നടക്കുന്നത്. മെഡിക്കൽ ചെക്കപ്പിന്റെ സമയത്ത് നിങ്ങൾക്ക് സ്കിൻ ഡിസീസ് ഉണ്ടോ എന്ന് പരിശോധന നടത്തുന്നതാണ്. അതുപോലെ USG അബ്ഡോമന്റെ സ്കാനിങ്, ECG, ബ്ലഡ് ടെസ്റ്റിൽ എല്ലാ ടെസ്റ്റുകളും ഉൾപ്പെടുന്നതാണ്. അതിൽ VDRL, HB തുടങ്ങിയ എല്ലാ ബ്ലഡിന്റെ പരിശോധനകളും അതിൽ ഉൾപ്പെടും. അതുകൂടാതെ യൂറിൻ ടെസ്റ്റ്, എക്സ്റേ, കണ്ണിന്റെ പരിശോധന, പല്ലിന്റെ പരിശോധന, ഹിയറിംഗ് ടെസ്റ്റ് എന്നിവയും ഉൾപ്പെടുന്നതാണ്. പേഴ്സണൽ ഹൈജീൻ ഉണ്ടായിരിക്കണം. സ്കിൻ ഡിസീസിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിജക്റ്റ് ആകുന്നതാണ്. HB 11.5 മുതൽ 15 വരെ ഉണ്ടായിരിക്കണം. 11.5-ൽ 1 പോയിന്റ് കുറഞ്ഞാൽ പോലും റിജക്റ്റ് ആകും. അതുകൊണ്ട് മെഡിക്കൽ എക്സാമിനേഷന് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എല്ലാ മെഡിക്കൽ ചെക്കപ്പുകളും നടത്തിയതിന് ശേഷം HB കുറവാണെങ്കിൽ അത് കൂട്ടുന്നതിന് ആവശ്യമായ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തി അത് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം പോകുവാൻ. ഹൈറ്റ് 152 സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. BMI ചാർട്ട് അനുസരിച്ച് നിങ്ങളുടെ ഹൈറ്റിന് അനുസരിച്ചുള്ള വെയിറ്റും ഉണ്ടായിരിക്കണം. മിനിമം 39 കിലോ ഉണ്ടായിരിക്കണം. 14 ഡെന്റൽ പോയിന്റുകൾ ഉണ്ടായിരിക്കണം. 1 പോയിന്റ് പോലും മിസ്സാകുവാൻ പാടില്ല. അങ്ങനെയുള്ളത് റിജക്റ്റ് ആകും. മെഡിക്കൽ എക്സാമിനേഷന് പോകുന്നതിന് മുൻപായിട്ട് പല്ലുകൾ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം പോകുവാൻ. ഹിയറിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ചെവികൾ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം പോകുവാൻ. ഇയർ വാക്സ് റിമൂവ് ചെയ്യണം. ജനറ്റിക് ഡിസീസ് ഉണ്ടാകരുത്. ജോയിന്റ് നീ, കളർ ബ്ലൈൻഡ്നസ്, നൈറ്റ് ബ്ലൈൻഡ്നസ്, ഇൻബോൺ ഓർ അക്വേർഡ് ഡിസബിലിറ്റി എന്നിവയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം അഥവാ മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും റിജക്റ്റ് ആകുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് അത് ചെറിയൊരു സർജറി മൂലം കറക്റ്റ് ചെയ്തതിന് ശേഷം അറ്റൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ക്യാരിയിങ് ആംഗിൾ, ഫ്ലാറ്റ് ഫുട്ട്, നോക്നി ഇങ്ങനെയുള്ളവരെയും അൺഫിറ്റ് ആക്കും. കണ്ണട ഉപയോഗിക്കുന്നവർക്ക് ഐസൈറ്റ് 6/12ഉം കണ്ണട ഉപയോഗിക്കാത്തവർക്ക് 6/6ഉം ആയിരിക്കണം. മയോപ്പിയ -5.50ൽ കുറവ് ആയിരിക്കണം. പല്ലിൽ കമ്പിയിട്ടിരിക്കുന്നത്, കൂടുതലായിട്ടുള്ള പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. ബ്ലഡ് പ്രഷർ, പൾസ് എന്നിവ നോർമൽ ആയിരിക്കണം. പീരിയഡ്സ് കറക്റ്റ് ആയിരിക്കണം. പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രുവേഷൻ, PCOD, ഓവർ ബ്ലീഡിങ് എന്നിവയൊക്കെ റിജക്റ്റ് ആകും. മുൻപ് എപ്പോഴെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും അൺഫിറ്റ് ആക്കുന്നതാണ്. അതുപോലെ സ്വെറ്റിംഗ് പാംസ് ഇതും അലൗഡ് അല്ല. ഫ്ലാറ്റ് ഫുട്ടും അലൗഡ് അല്ല. സ്ക്രീനിംഗ് പ്രോസസ്സിന് വേണ്ടി സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾ അതിന് പോകുന്നതിന് മുൻപായിട്ട് എല്ലാ മെഡിക്കൽ ചെക്കപ്പുകളും നടത്തിയതിന് ശേഷം വേണം പോകുവാൻ. 152 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. BMI ചാർട്ടിന്റെ അനുസരിച്ച് ഹൈറ്റിന്റെ അനുസരിച്ചുള്ള വെയിറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ ചെവിയും പല്ലുകളും ക്ലീൻ ചെയ്തതിന് ശേഷം വേണം പോകുവാൻ. ഇയർ വാക്സ് റിമൂവ് ചെയ്യണം. HB നിർബന്ധമായിട്ടും 11.5 ഉണ്ടായിരിക്കണം. 11.5-ൽ 1 പോയിന്റ് പോലും കുറയുവാൻ പാടില്ല. കുറവുള്ള കുട്ടികൾക്ക് അതിനുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തി അത് കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം പോകുവാൻ. ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, ഇത് ചെറിയ സർജറി കൊണ്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ ഹൈജീൻ ഉണ്ടായിരിക്കണം. ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും സ്കിന്നിൽ ഉണ്ടാകാൻ പാടില്ല. സ്ക്രീനിംഗ് പ്രോസസ്സിന് പോകുന്നതിന് മുൻപായിട്ട് എല്ലാ മെഡിക്കൽ ചെക്കപ്പുകളും നടത്തിയതിന് ശേഷം ട്രീറ്റ്മെന്റ് കൊണ്ട് കറക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം പോകുവാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.